ഖത്തർ രാജാവ് ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യ ഇല്ലാതെ നടക്കില്ല എന്നൊരു ഒരു തിരിച്ചറിവ് രാജാവിന് ഉണ്ടായെന്ന് തോന്നുന്നു. പല ആളുകളും ഇപ്പോൾ കുരു പൊട്ടിക്കുന്നുണ്ട്, എന്തിനാണ് ഖത്തർ രാജാവ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ ഈ വരവിൻ്റെ പ്രധാന ഉദ്ദേശം എന്തൊക്കെയാണ്? എന്തൊക്കെ തന്ത്രപ്രധാനമായിട്ടുള്ള ഡീലുകളാണ് ഉറപ്പിക്കാൻ സാധ്യതയുള്ളത്? തുടക്കത്തിൽ തന്നെ പറയട്ടെ, സുഡാപ്പികളുടെ രാജാവ്, സുഡാപ്പികളുടെ തലതൊട്ടപ്പൻ, അതാണ് ഖത്തർ രാജാവ് ഷെയ്ഖ് താമിം ബിൻ ഹമീദ് അൽ ഥാനി. അമീർ രാജാവ്, ഖത്തർ ഭരണാധികാരി അമീർ, അദ്ദേഹമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഗൗതമുമായിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിനു മുൻപ് ഖത്തറുമായി ബന്ധപ്പെട്ട 2 വാർത്തകൾ നമ്മൾ എടുത്തിരുന്നു. ഒന്ന്, ഖത്തറിൽ ഇന്ത്യക്കാരായ ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കല്ല, ന്യൂനപക്ഷങ്ങൾക്ക് അവർ വിസ നൽകുന്നില്ല. ഇന്ത്യയിൽ നിന്ന് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഉണ്ട് എങ്കിൽ അവർക്ക് ഖത്തർ വിസ നൽകുന്നില്ല. മാത്രമല്ല, ഇന്ത്യയിൽ നിന്നാണ് മുട്ടയും ടെയിൽസും ഒക്കെ, പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നാണ് ടെയിൽസൊക്കെ ഖത്തറിലേക്ക് എത്തുന്നത്. ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ നൽകുന്നില്ല, ഇന്ത്യൻ ബിസിനസ്സുകാർക്കാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇന്ത്യ അത് വലിയ കാര്യമായി എടുത്തില്ല. ചിലപ്പോൾ ഖത്തറിന് ഒരു തെറ്റ് പറ്റിയതാകാം എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് ഇന്ത്യ അത് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ഇന്ത്യക്ക് മനസ്സിലായി ഖത്തർ ഇന്ത്യക്ക് പണി തരികയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഏതുവരെ ഖത്തർ പോകും എന്ന് ഇന്ത്യ ഒന്ന് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് മനസ്സിലായി ഖത്തറിൻ്റെ പോക്കത്ര നല്ല രീതിയിലല്ല എന്നുള്ളത്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊക്കെ മോദിയെ ഇത്രയും നല്ല രീതിയിൽ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുന്നുണ്ട്. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ, മോദിയുടെ നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നത് എന്താണ്? മോദിക്ക് ഇന്ത്യ കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യക്കാരെവിടെയെങ്കിലും ബുദ്ധിമുട്ടിയാൽ മോദി കൃത്യമായി അവിടെ ഇടപെടും, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ ഇടപെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് ഖത്തറിനോട് പറഞ്ഞു, ഞങ്ങൾ 10 ദിവസത്തെ സമയം തരും. എന്താണ് അവിടെ ഇന്ത്യക്കാരായ ന്യൂനപക്ഷങ്ങൾക്ക് വിസ നിഷേധിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായി അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഖത്തർ അത് വലിയ കാര്യമായി എടുത്തില്ല. ഇന്ത്യയല്ലേ, ഇന്ത്യ ഇങ്ങനെ പലതും പറയും, അതൊന്നും നമ്മൾ വലിയ കാര്യമാക്കി എടുക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അമേരിക്ക സഹായിച്ചില്ല എങ്കിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഒന്നുമില്ലാതായിപ്പോ. പണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സംവിധാനങ്ങളൊന്നും, അതായത് ഒരു രാജ്യം സഹായിക്കാതെ നിലനിന്ന് പോകാനുള്ള കരുത്ത് ഇന്ത്യയെ പോലെ ഖത്തറിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ LNGയുമായി ബന്ധപ്പെട്ട ഒരു കരാറ് നമ്മളും ഖത്തറും തമ്മിലുണ്ട് 2047 വരെ. അപ്പോൾ ഇന്ത്യക്കാരോട് ഇത്രയും മോശമായ പ്രവൃത്തി കാണിക്കുന്ന ഖത്തറിനോട് പറഞ്ഞു, 5 വർഷം കൊണ്ട് ഞങ്ങൾ ഈ കരാറ് തീർക്കും. മര്യാദയ്ക്ക് ഞങ്ങളുടെ ആളുകളോട് മാന്യമായി പെരുമാറിയില്ല എങ്കിൽ 2047 വരെ ഈ കരാർ, LNGയുമായി ബന്ധപ്പെട്ട കരാർ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ല, ഞങ്ങളത് അവസാനിപ്പിക്കും എന്നൊരു താക്കീത് ഖത്തറിന് നേരത്തെ നൽകിയിരുന്നു. മാത്രമല്ല, ഈ വിസയുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടത്തിയപ്പോൾ അത് ശരിയാണെന്ന് ഇന്ത്യക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, 8 ലക്ഷം വരുന്ന ഇന്ത്യക്കാർ ഖത്തറിലുണ്ട്, ആ ഇന്ത്യക്കാരെ മുഴുവൻ നിങ്ങൾ തിരിച്ചയച്ചോളൂ. ഞങ്ങളുടെ ജനങ്ങളെ നോക്കാൻ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കഴിവുണ്ട്, ഞങ്ങൾ അവരെ മറ്റ് രാജ്യങ്ങളിലേക്ക് വിട്ടോളാം, അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾ അവരെ കയറ്റി അയച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഖത്തറിന്റെ പകുതി കിളിപ്പോയി. കാരണം 8 ലക്ഷം ഇന്ത്യക്കാർ ഒറ്റയടിക്ക് അവിടെ നിന്ന് തിരികെ വന്നു കഴിഞ്ഞാൽ ഖത്തറിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ അത് വലിയ നഷ്ടം സംഭവിക്കുമെന്ന് ഖത്തറിന് മനസ്സിലായി. ആ സമയത്താണ് അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് വരുന്നത്. ബൈഡന്റെ സമയത്തൊക്കെ ഖത്തറിന് വലിയ രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ജോ ബൈഡന് മോദിയെ വലിയ താല്പര്യമൊന്നുമില്ല. 2024 ഫെബ്രുവരി 14 നരേന്ദ്രമോദി ആദ്യമായി ഖത്തറിൽ എത്തുന്നത്. അന്ന് കുറെ കാര്യങ്ങൾ ഇവർ തമ്മിൽ സംസാരിച്ച് നല്ല സൗഹൃദത്തോടെയാണ് പിരിഞ്ഞത്. പിന്നീട് ഈ ഇറാനുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനോടൊപ്പം ഇന്ത്യ നിൽക്കുന്നു. ഇന്ത്യക്ക് ഇറാനും ഇസ്രായേലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇസ്രായേലിനോട് ഇന്ത്യക്ക് കുറച്ചുകൂടി ഒരു താല്പര്യം കൂടുതലുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കാരും ഇനി ഇങ്ങോട്ടേക്ക് വേണ്ട, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇനി ഖത്തറിലേക്ക് വേണ്ട എന്നുള്ളൊരു നിലപാട് ഖത്തർ തീരുമാനിച്ചത്. അങ്ങനെ നമ്മുടെ ആളുകളെ അങ്ങനെ ഇപ്പോൾ മാറ്റി നിർത്തുന്ന, ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പാഴ്സിയും ജൈനമതമുള്ളവനും എല്ലാം ഒരുപോലെയാണ്, ഇവിടെ വേർതിരിവൊന്നുമില്ല. ഹിന്ദുവിന് വിസ മുസ്ലിമിന് വിസ കൊടുക്കുന്നെങ്കിൽ അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ കൊടുക്കണം എന്നുള്ള നിലപാട് ഇന്ത്യ സ്വീകരിച്ചു. അപ്പോഴാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നത്.
അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരത്തിൽ ഏറി കഴിഞ്ഞതിന് ശേഷം ട്രംപ് സൗദി സന്ദർശിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് വഹാഫിസവും ടെററിസവും ഞാൻ അനുവദിക്കില്ല, അതേത് രാജ്യം ചെയ്താലും അതിനെ മുളയിലെ നുള്ളിക്കളയും ഞാൻ എന്നാണ് ട്രംപ് പറഞ്ഞത്. നോക്കിയപ്പോൾ ഖത്തറിലാണ് ഹമാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വന്ന് താമസിക്കുന്നതും അഭയം തേടുന്നതും. അപ്പോൾ അത് ഖത്തറിന് വലിയ തിരിച്ചടിയായി. ട്രംപിന്റെ ഈ ഒരു പറച്ചിൽ ഖത്തറിനെ വല്ലാതെ ഭയപ്പെടുത്തി, ഖത്തറിനെ വല്ലാതെ എന്താ പറയുക പേടിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് ഖത്തർ നോക്കിയപ്പോൾ ഇന്ത്യയും ട്രംപും തമ്മിൽ, നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ വലിയ ഊഷ്മളമായ ബന്ധമാണ്, വലിയ സൗഹൃദമാണ്. അപ്പോൾ അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ ഖത്തറിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി പോകുമെന്ന് മനസ്സിലാക്കിയ ഖത്തർ എമർജൻസി ആയിട്ടുള്ള ഒരു വിസിറ്റ് 17-ാം തീയതി ഇന്ത്യയിലേക്ക് നടത്തുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ആ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. മോദിയെ ഒറ്റയ്ക്ക് റൂമിൽ കിട്ടുമ്പോൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കാലിൽ വീഴുന്ന എൻ്റെ പൊന്നു മോദി ട്രംപുമായി പറഞ്ഞൊന്ന് ഞങ്ങളുടെ കാര്യത്തിൽ മീഡിയേറ്റർ ആകണം, ഒന്ന് സഹായിക്കണം, ഇങ്ങനെ പോയാൽ ട്രംപ് ഞങ്ങളെ തീർക്കും, ഞങ്ങളുടെ രാജ്യം തന്നെ ഇല്ലാതാകും, സുഡാപ്പികൾ മൊത്തത്തിൽ കരഞ്ഞ് നിലവിളിച്ച് മെഴുകേണ്ട അവസ്ഥ വരും, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാല് പിടിക്കാനാണ് ഖത്തർ ഭരണാധികാരി എത്തുന്നത്. അത് പക്ഷെ ഇവിടെ ഉള്ളവരാരും പറയില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യ വഴി അമേരിക്കയെ ബന്ധപ്പെടാൻ അല്ലെങ്കിൽ അമേരിക്കയുമായി സംസാരിക്കാൻ കഴിയുമെന്നുള്ളത് സുഡാപ്പികളുടെ രാജാവായ ഖത്തർ ഭരണാധികാരിക്ക് കൃത്യമായി മനസ്സിലായി എന്നുള്ളതാണ്. നമ്മൾ ഈ സുഡാപ്പികൾ എന്ന് വിളിക്കുന്നത് ആരെയാണ്? യഥാർത്ഥ മുസ്ലിങ്ങളെയല്ല. അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബോധമുണ്ട് എന്നതാണ്. മതം തലയ്ക്ക് പിടിച്ചുകൊണ്ട് തീവ്രമായി മതത്തെ ആ മതത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവരെയാണ് നമ്മൾ ഈ സുഡാപ്പികൾ എന്ന് വിളിക്കുന്നത്. എന്തായാലും ഈ ഒരു സന്ദർശനം, ഈ ഇന്ത്യയിലേക്കുള്ള ഒരു സന്ദർശനം അമേരിക്കയുമായുള്ള ഒരു അടുപ്പത്തിന് മോദി സഹായിക്കണം, മോദി ഒരു മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു തീർക്കാനാണ്. അപ്പൊ ഇന്ത്യ വയ്ക്കുന്ന ഡിമാൻഡുകളാണ് ഒരുപക്ഷെ ഖത്തറിനെ വലിയ രീതിയിൽ അമ്പരപ്പിക്കുന്നത്. ഈ പോക്ക് പോയാൽ കഴിയില്ല, ആദ്യം ഞങ്ങളുടെ ഇന്ത്യക്കാർ അയച്ച വിസകളെല്ലാം സാങ്ഷൻ ആക്കൂ, എന്നിട്ട് ട്രംപുമായുള്ള മീഡിയേറ്റർ ഇതിൽ ഞാൻ നിൽക്കാമെന്ന് ഇന്ത്യ പറഞ്ഞാൽ ഖത്തറിനത് അനുസരിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. ഖത്തറിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഭവങ്ങൾ, വസ്തുക്കളൊക്കെ എന്തൊക്കെയാ? ടൈൽസ് ഉണ്ട്, ഇന്ത്യയിലേക്ക് പോകുന്ന മുട്ടയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് പോകുന്നത്. പിന്നെ ഗ്യാസ് കണക്ഷൻ, അത്തരത്തിൽ പിന്നെ വലിയ രീതിയിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇന്ത്യയെ ഒരു പരിധി വരെ പല കാര്യങ്ങളിലും ഖത്തർ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദ്രവീകരണ വസ്തുക്കളുടെ വലിയൊരു 48% ഖത്തറിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുന്നത്. മാത്രമല്ല ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തീവ്രവാദികൾക്ക് ഫണ്ട് ഇറക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അപ്പോൾ ഈ തീവ്രവാദത്തെ അംഗീകരിക്കാത്ത 2 ലോക നേതാക്കളാണ് നരേന്ദ്രമോദിയും ട്രംപും. ട്രംപ് കൂടിക്കാഴ്ചയിലും അവർ പറഞ്ഞു ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അത് പോയിട്ട് ഇപ്പൊ ഗാസയെ പിന്നെ ക്ലീൻ ആക്കാൻ ട്രംപ് പുതിയ പദ്ധതികൾ മെനയുന്നുണ്ട്. അങ്ങനെ ഗാസ അമേരിക്കപ്പം വന്നാൽ ഖത്തർ ഭരണാധികാരിയുടെ ഭരണം തന്നെ തെറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഇറാനോട്, ഹമാസിനോട് ബന്ദികളെ മുഴുവനായി അയച്ചില്ലെങ്കിൽ യുദ്ധം തന്നെയാണ്. ആ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഖത്തറിന്റെ അവസ്ഥ ഇതിലും വലിയ പരിതാപകരമാകും. അപ്പോൾ എല്ലാ രീതിയിലും ഖത്തർ ഇപ്പോൾ അടപടലം 3G ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മോദി മാത്രമാണ് ഇനി ശരണം, മോദിക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മോദിയുടെ കാല് പിടിക്കാനായി വരുന്നത്. ഇന്ത്യയോട് കളിച്ചാൽ ഇതല്ല, ഇതിനപ്പുറവും കിട്ടുമെന്ന് പല രാജ്യങ്ങളും മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ.